Hi friends, welcome to Shameeskitchen kitchen. Everyone's fine. Today we are preparing a simple and delicious dessert recipe, fruit custard. നമ്മുടെ ഇൻട്രോയിൽ ചെറിയൊരു ഇംഗ്ലീഷ് ടച്ച് കണ്ടില്ലേ? അത് വേറെ ഒന്നുമല്ല, നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് കഫേയെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ മറ്റുള്ളവരടുത്ത് സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ജോലിക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അതും ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വേറെ ഒന്നും വേണ്ട, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കൂടി നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഈ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് തന്നെയാണ് ഒരു മൊബൈൽ. ആ മൊബൈൽ ഫോണിലെ വാട്സപ്പിലൂടെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പ്ലസ് പോയിൻ്റായിട്ട് എനിക്കിതിൽ തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ അനുസരിച്ചിട്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് ഓരോ ലെവലിലാണ്. ചിലർക്ക് ഒരുപാട് കുറച്ച് മാത്രമേ അറിയാമായിരിക്കും, ചിലർക്ക് ഇടയ്ക്ക് സെക്കൻഡറി ലെവലിൽ അറിയാമായിരിക്കും, ചിലർക്ക് അതിലും കൂടുതലായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവരെല്ലാവരെയും ഒരേ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ ലെവൽ എന്താണോ, നമുക്ക് എത്രത്തോളം അറിയാം, അതനുസരിച്ചിട്ടാണ് ഈ ഇംഗ്ലീഷ് കഫേയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിലും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരു ട്യൂട്ടറെ അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്തും നമ്മളെ പഠിപ്പിക്കുന്ന എന്ത് കാര്യങ്ങളും അതിനെ ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് നല്ലതുപോലെ അറിയാവുന്ന ഒരാളുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ ആ ലാംഗ്വേജിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടറെ തന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനായിട്ട് നല്ലൊരു പേഴ്സണൽ ട്യൂട്ടർ എല്ലാവർക്കും തരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ, രാത്രി 11 മണി വരെ, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം ഇതിലുള്ളൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. ലോകത്ത് എവിടെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2 മാസത്തെ കോഴ്സാണ് ഇത് വരുന്നത്. ഇതിന് ചെറിയൊരു ഫീ കൂടി ആവശ്യമായിട്ടുണ്ട്. ഈ 2 മാസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് 6 മാസത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ 6 മാസത്തേക്ക് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഫീ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പിൻഡ് കമൻ്റായിട്ടും വെച്ചിരിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് കഫേയെ കുറിച്ചിട്ട് ഇന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 500 ml പാൽ ചേർത്ത് കൊടുക്കാം. സാധാരണ പശുവിൻ പാലാണ് ചേർക്കുന്നത്. 500 ml ആണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് അളവിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേണ്ടത് നന്നായിട്ടൊന്ന് ഈ പാലൊക്കെ ചൂടായിട്ട് വരണം. നമ്മളിതാ വെച്ച് കൊടുത്ത പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ തിളച്ച് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ കസ്റ്റേർഡ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്കൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. ഒരു 2 സ്പൂൺ അളവിൽ ഞാനിപ്പോൾ കസ്റ്റേർഡ് പൗഡർ ചേർക്കുകയാണ്. വാനില ഫ്ലേവറിൻ്റെതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലേവറൊന്നും ഇല്ലാത്ത കസ്റ്റേർഡ് പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ബദാം എടുക്കാം, പിസ്ത എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സിലേക്ക് ചേർക്കാം. കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പിസ്ത ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പിസ്ത അല്ല നമ്മുടെ കയ്യിൽ ബദാമിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതല്ല നമ്മുടെ കസ്റ്റർഡ് പൗഡറിൽ തന്നെ വാനില ഫ്ലേവർ ഉള്ളതാണ്. ഇനിയിപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം.
നമുക്ക് ഈ പിസ്ത ഫ്ലേവർ എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3-4 ഡോട്ട്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് കിട്ടണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മിക്സ് എല്ലാം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഉടൻ തന്നെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കണം. എത്ര സ്പൂൺ ചേർക്കുമ്പോഴാണ് നല്ല കട്ടി കിട്ടുന്നത് അതുവരെ നമ്മൾ ചേർക്കണം. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴത്തേക്കും ഇത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെല്ലാം നമുക്ക് ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കണോ അപ്പോഴെല്ലാം ഈ മിക്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 സ്പൂണും നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നല്ലതുപോലെ തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോഴേ നല്ലൊരു ലൈറ്റ് പച്ച കളറിലാണ് നമ്മുടെ കസ്റ്റേർഡ് ഉള്ളത്. പകുതി അളവിലാണ് നമ്മൾ നേരത്തെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി പകുതിയും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റേർഡൊക്കെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് ഇത് കുറുകി വരും. എങ്ങാനും നല്ലതുപോലെ കട്ടിയായി പോയെങ്കിൽ നമുക്ക് കൂടുതൽ പാല് ചേർത്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ചൂടാക്കിയ പാൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഈ നമ്മുടെ കസ്റ്റേർഡിൻ്റെയൊക്കെ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയം തിളയ്ക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ ഈ ഒരു കട്ടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കട്ടിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കട്ടിക്ക്, കാരണം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ചുകൂടി ലൂസായിട്ട് വരും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത്രയും കട്ടി അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ തിളയ്ക്കുന്ന ആ ചൂട് നല്ലതുപോലെ മാറി കിട്ടിയിട്ട് ഒരു ഇളം ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടിരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് എല്ലാം നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. പിന്നീട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്ത് ചേർക്കുമ്പോഴും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അധികം പുളിയൊന്നും ഇല്ലാത്ത കുറച്ച് മുന്തിരി കൂടിയാണ്, അതും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്, ഏത്തമ്പഴം. അപ്പോൾ വേറെ ചെറുപഴവും നമുക്ക് ഇതിലേക്ക് പറ്റില്ല. വളരെ കുറച്ച് മാത്രം പഴം കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് മാതളം, അനാറ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇത്രയും കട്ടി തന്നെ ഉണ്ടായിരിക്കണം. കാരണം ഈ കട്ടി പിന്നീട് കുറച്ചുകൂടി ലൂസായിട്ട് വരും. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഫ്രൂട്ട് കസ്റ്റേർഡ് ചെയ്തിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട്സ് ആയിരുന്നു, തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ പോകുന്നെന്ന്. അപ്പോൾ അങ്ങനെ വെള്ളം പോലെ പോകുന്നതിൻ്റെ കാരണം, ഇത് മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴാണ് അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചേർത്തേക്കണം. ഇവൻ്റെ തലയിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇവന് സന്തോഷമാവും, കാണുന്നത് നമുക്ക് സന്തോഷമാവും. നമ്മളിപ്പോൾ ഇത് ചെയ്ത ഉടനെ തന്നെ ഇപ്പോൾ നമുക്ക് കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അത് നല്ല കറക്റ്റ് തണുപ്പായിട്ട് നമുക്ക് കിട്ടിക്കോളും. അതുപോലെ തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് നിന്ന് തണുത്തതിന് ശേഷം നല്ലൊരു കുട്ടി കുട്ടി ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പെഷ്യൽ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിലോ ഇതുപോലൊരു ഫുഡ് കസ്റ്റർഡ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.